ഇനി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ആനിവേഴ്സറി മാത്രമല്ല, അതിനപ്പുറം അവർക്ക് എന്ത് സന്തോഷം പങ്കുവെക്കാം. അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസം പങ്കുവെക്കാനാണല്ലേ നമ്മളോടൊപ്പം ചിത്ര തൻവിയാണ് ചേരുന്നത്. ചിത്ര, സ്വാഗതം, മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താ? ഒരുപാട് സന്തോഷം കാണാം മുഖത്ത്. സന്തോഷവും അല്ല, എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് 27 എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് 27 എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വേറൊരു ഓഗസ്റ്റ് 27 മുതൽ എനിക്ക് എന്റെ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത് ഓഗസ്റ്റ് 27 അപ്പൊ അത് കാരണം എന്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ തന്നെയാണ്. എന്റെ നല്ല പല കാര്യങ്ങളും നടന്നിട്ടുള്ളതും ഓഗസ്റ്റ് 27 അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ബർത്ത്ഡേക്കാളും ഓഗസ്റ്റ് 27 എന്ന് പറയുന്ന ദിവസം ഒരു വർഷത്തിലെ ഓഗസ്റ്റ് 27 എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. അപ്പം അത് ന്യൂസ് 80 ഇങ്ങനെ ഇട്ടപ്പം പെട്ടെന്ന് അതിലൊന്ന് വരണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ വന്നത്. ഈ നഷ്ടപ്പെട്ടത് നമുക്ക് മറക്കാം, തിരിച്ചു കിട്ടിയ സന്തോഷം ഒന്ന് പങ്കുവെക്കാം. എന്തൊക്കെയാണ് ജീവിതത്തിന് പോസിറ്റീവായിട്ട് സംഭവിച്ചത് ഓഗസ്റ്റ് 27? അതായത് ഒരു ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒന്ന് ബോൾഡായ ഒരു ദിവസമാണ്. കാരണം എന്റെ അച്ഛൻ മരിക്കുന്നത് ഓഗസ്റ്റ് 17 അപ്പം 17 കഴിഞ്ഞിട്ട് 27 എന്ന് പറയുമ്പോൾ ബന്ധുക്കളെല്ലാം പോയി നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ദിവസമാണ് ഓഗസ്റ്റ് 20. കാരണം സഞ്ജീവനിയൊക്കെ കഴിഞ്ഞ ഓഗസ്റ്റ് 20 10 ദിവസം കഴിയുമ്പോൾ എല്ലാരും പോയി. അപ്പൊ മൊത്തത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസരത്തില് ജീവിതത്തിൽ മുന്നേറി വരാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു കരുത്ത് നമുക്ക് വന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ എന്താ പറയാ, ഞാന് ഒരു സിംഗിൾ പാരന്റ് ആണ്. അപ്പം എനിക്ക് പല കാര്യങ്ങളും എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പം എന്തായാലും എനിക്ക് നല്ലൊരു സ്പെഷ്യൽ ഡേ ഓഗസ്റ്റ് 27 തന്നെയാണ്. സന്തോഷം, ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ് എന്നും മുഖത്ത് കാണാം. അതെ, സന്തോഷം ചിത്ര, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഞങ്ങളോടൊപ്പം തുടരുക. ഇത്തരം വിശേഷ അവസരങ്ങൾ സുഹൃത്തുക്കളുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അവരുമായി നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കാം. നമുക്ക് സന്തോഷമുള്ള കാര്യമാണത്. ശരി ചിത്ര, മറ്റു ചില ബർത്ത്ഡേ വിഷസ് കൂടി ഉണ്ടല്ലേ? അതെ, മെഹസയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെഹസയ്ക്ക് ഞങ്ങൾ ന്യൂസ് 18 വക കൂടി എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുകയാണ്. മെഹസ ഷാ എന്ന കൊച്ചു മിടുക്കി സുന്ദരിക്കുട്ടി, അവളുടെ ബർത്ത്ഡേ ആണെന്നല്ലേ, സ്പെഷ്യൽ ഡേ. മെഹസയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും കാണുന്നുണ്ടാകും. ഹാപ്പി ബർത്ത്ഡേ ടു മെഹസ. ഹാപ്പി ബർത്ത്ഡേ. അടുത്ത വർഷം നമ്മുടെ കൂടെ സൂമിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി സംസാരിച്ചൊക്കെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ബർത്ത്ഡേയിലേക്ക് നമുക്ക് പോകുന്നത് ആനിവേഴ്സറിയിലേക്കാണ്. അതെ, സാന്ദ്രയുടെയും അഖിലിന്റെയും ആനിവേഴ്സറി എന്നായിരുന്നത്. അതെ, സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഇപ്പോൾ കഴിഞ്ഞിട്ട്. അവരുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് ഇത് വളരെ സ്പെഷ്യൽ ആണ് രഞ്ജിത്ത്, കാരണം എന്റെ സിസ്റ്റർ ലോയും ഹസ്ബൻഡും ആണ് ആയിരിക്കുന്നത്. അപ്പൊ അവർക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. അല്ലേ? തീർച്ചയായും നല്ല ഒരു ജീവിതം അവർക്ക്. ഇനി ഓരോ ദിവസങ്ങളും നന്മയുള്ളതും ഐശ്വര്യമുള്ള ജീവിതമാകട്ടെ. ഓണം ദിവസങ്ങളൊക്കെയാണ് അടിച്ചു പൊളിക്കുക. അതെ, ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു വിവാഹ വാർഷികം കൂടിയുണ്ട്. ബിച്ചുവും ചിന്നുവാണ് വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. അവരുടെ 1ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. 1ാം വിവാഹ വാർഷികം, ഓണം വരുന്നു. പുതിയ വസ്ത്രങ്ങളൊക്കെ പരസ്പരം വാങ്ങിക്കൊടുക്കുക, അങ്ങോട്ട് പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ ഇത്തരത്തിൽ അറിയിക്കുക. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാകും. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണിത്. വാട്സപ്പ് നമ്പറിൽ കുറച്ച് സമയം നിൽക്കാം. 9346975748 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ഈ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. ആദ്യം നിങ്ങളുടെ സ്പെഷ്യൽ ഡേ മെൻഷൻ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, എന്നിട്ട് ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ്. അത് പിറന്നാളാകാം, വിവാഹ വാർഷികമാകാം, നൂലുകെട്ടാകാം, അരങ്ങേറ്റമാകാം, അങ്ങനെ എന്തുമാകട്ടെ. ആ വിശേഷങ്ങളൊക്കെ, ആ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ന്യൂസ് 18 പങ്കുവെക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാ പ്രേക്ഷകർക്കൊപ്പം ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരാം. നിങ്ങളുടെ മനോഹര ദിവസങ്ങൾ, മനോഹരമായ പ്രഭാതങ്ങൾ ന്യൂസ് 18 പങ്കുവെക്കാം.
നമുക്ക് മോർണിംഗ് വേവ്സ് അവസാനിപ്പിക്കാമായിരുന്നു. അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. വിശേഷം എന്ന് പറയുന്നതിനപ്പുറം കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെ, ആരുടെ പേര് ഇനി വരും എന്നുള്ളത് ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ഒരുപാട് ആളുകളുടെ മുഖംമൂടികളാണ് ഒരു പക്ഷേ വലിച്ചു കീറപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പലതും ആരോപണങ്ങൾ മാത്രമാണെന്ന് അവർ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അത് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്തായാലും വരും മണിക്കൂറുകളിൽ